വെൽക്കം ബാക്ക് റോക്ക് ടോക്സ്. അപ്പൊ ഇന്നലെ നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, സാങ്കേതിക തകരാറെന്ന് പറയാം. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു 100 ലൈക്ക് അത് നമുക്ക് തന്നിരിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകർ. അപ്പോൾ ഒരുപാട് താങ്ക്സ്. ഏകദേശം 140 ലൈക്കാണ് കിട്ടിയത്. ഒരുപാട് സന്തോഷം നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിന്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നമ്മുടെ പരിപാടിനെ പറ്റിയുള്ള കുറവുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടുക. നമ്മുടെ പരിപാടിക്ക് കുറവുകളുണ്ടെന്ന് അറിയാം, അപ്പോൾ അത് ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇത് ആദ്യമായിട്ട് തുടങ്ങുന്ന കാരണം കുറേ പരിമിതികളുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പൊ എന്താ പറയാ, RCB വീണ്ടും സ്വന്തം ഗ്രൗണ്ടിൽ തോറ്റു. RCB വീണ്ടും പരാജയ വഴിയിലേക്ക്. RCB കളി കാണാൻ എവയിൽ പോയാൽ മതി. അപ്പൊ RCB ഫാൻസ് ഹോം ട്രാക്ക് ബുള്ളീസ് എന്ന് കേട്ടിട്ടുണ്ട്, ഇപ്പൊ കുറെ ടീമുകൾ നമ്മൾ പറയും. പക്ഷെ ഇത് എവേ ട്രാക്ക് ബുള്ളി ആയി പോയി. അപ്പൊ എന്തായാലും മത്സരത്തിലോട്ട് വരുമ്പോ നല്ല മഴയാണ്. അപ്പോ ഒരു കിടിലൻ മത്സരം തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്തത്. കാരണം ചിന്നസ്വാമി ഗ്രൗണ്ട്, പഞ്ചാബിന്റെ ബാറ്റിംഗ് നിര, അപ്പൊ ഒരു കിടിലൻ മത്സരം തന്നെയാണ് എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ ഇന്നലെ നിർഭാഗ്യവശാൽ മഴ പെയ്ത് ആകെ മറ്റേ ഓവറൊക്കെ കുറച്ച് 14 ഓവറാക്കി വെട്ടിച്ചുരുക്കി. അപ്പോൾ ശ്രേയസേരനാണ് ടോസ് കിട്ടിയത്. അപ്പോൾ അദ്ദേഹം ആ ഒരു മഴ പെയ്ത ഒരു കാരണം കൊണ്ട് തന്നെ ആവണം, ഗ്രൗണ്ടിനും പിച്ചിന്റെ ഒക്കെ അവസ്ഥ കൊണ്ടാണ് അദ്ദേഹം ബോളിംഗ് എറിഞ്ഞെടുത്തത്. പക്ഷെ അത് ശരിവെക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് ബൗളേഴ്സിന്റെ. നമുക്കറിയാം വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ 15 ഓവറാക്കി വെട്ടിച്ചുരുക്കിയ ഒരു മത്സരത്തിൽ പഞ്ചാബിനെതിരെ വിരാട് കോഹ്ലി നടത്തിയൊരു വെട്ടിക്കെട്ടുണ്ട്. അന്ന് 50 ബോളിൽ നിന്ന് 100-ലധികം റൺസ് എടുത്ത് ടീം സ്കോർ 15 ഓവറിൽ 200 ബോൾ 210 ബോൾ. അങ്ങനെ അന്നൊരു ത്രസിപ്പിക്കുന്ന ഒരു വിജയം RCB ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഓർമ്മകളിലേക്ക് തന്നെയായിരിക്കണം RCB ഫാൻസ് ഒക്കെ പോയിട്ടുണ്ടാവുക. ഒരു മഴ മൂലം വെട്ടിച്ചുരുക്കുന്നത് അതേ ഏപ്രിൽ 18. പക്ഷെ ഏപ്രിൽ 18 മറ്റൊരു ആവർത്തനമാണ് ഉണ്ടായത്. അതായത് വിരാട് കോഹ്ലി ഈ RCBക്ക് വേണ്ടിയിട്ട് ആദ്യം കളിക്കുന്നത് ഏപ്രിൽ 18 അപ്പൊ അന്ന് ഒറ്റ റണ്ണാണ് അദ്ദേഹം ഔട്ടായത്. അപ്പൊ അതുപോലെ തന്നെ വീണ്ടും ഒറ്റ റൺ ഔട്ടായി. അപ്പൊ ആ ഒരു 200 മുകളിലൊക്കെ അന്ന് സ്വപ്നം കണ്ടിറങ്ങിയ RCB ആരാധകരുടെ നെഞ്ചത്തേക്കുള്ള ആദ്യത്തെ അടി ആയിരുന്നു ഫിൽസാൾട്ടന്റെ വിക്കറ്റ്. ഫിൽസാൾട്ടനെയും അതുപോലെ വിരാട് കോഹ്ലി, ഹർഷദീപും അടക്കി. പിന്നീട് ജിതേഷ് ശർമ്മ ആയാലും അല്ലെങ്കിൽ പട്ടിദാര കുറച്ച് പിടിച്ചു വെക്കാൻ നോക്കി. പക്ഷെ അവരുടെ എല്ലാം വിക്കറ്റ് യഥാർത്ഥ ഇടവേളകളിൽ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഘട്ടത്തിൽ 42-7 എന്ന നിലയിൽ സ്കോർ എത്തി. അതായത് ഒരു 200 മുകളിൽ പണ്ടത്തെ ആ ഒരു മഴ പെയ്ത് ചുരുങ്ങിയ ആ ഒരു മത്സരത്തിലേക്ക് ഓർമ്മകളിലേക്ക് എത്തിയ RCB അതിനും പേടിപ്പെടുന്ന മറ്റൊരു ഇതിലേക്കാണ് കൊണ്ടുപോയത്. കൊൽക്കത്തയ്ക്കെതിരെ 49 ഓൾ ഔട്ട്. 42-7 നിലയിലെത്തിയപ്പോൾ ഒരു പക്ഷേ RCB ആരാധകർ പേടിച്ചു കാണും. പേടിക്കാന്ന് പറഞ്ഞാൽ സ്വന്തം റെക്കോർഡ് തന്നെയാണ് പോകുന്നത്. അപ്പോ ആ ഒരു ഘട്ടത്തിലോട്ട് ഇതിനും വലിയൊരു നാണക്കേട്. അതായത് ഈ സീസണിൽ ഇനിയിപ്പോ ട്രോഫി കിട്ടിയാൽ പോലും മാറാത്തൊരു നാണക്കേടായിരിക്കും അത്. പക്ഷെ ടിം ഡേവിഡ് എന്ന് പറയുന്ന ഒരു ബാറ്റ്സ്മാൻ, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എടുത്ത് തന്നെ പറയണം. കാരണം ഞാൻ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പിക്കിനെ ഒരു ഇതായിട്ട് ഒരു മോശം പിക്കായിട്ടാണ് കണ്ടിരുന്നത്. കാരണം മുംബൈയിൽ അദ്ദേഹത്തിന്റെ ഫോമല്ലായിരുന്നു. അപ്പോൾ RCB ഈ പറയുന്ന വിൽ ജാക്സനൊക്കെ കളഞ്ഞിട്ട് ആ ഒരു പകരം ഇദ്ദേഹത്തിനെ പോലത്തെ ഒരു പ്ലെയറൊക്കെ എടുക്കുമ്പോൾ ഒട്ടും അക്സെപ്റ്റബിൾ അല്ലായിരുന്നു എനിക്ക്. ഞാനതൊരു മോശം ബൈയാവും തന്നെയാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ കുറെ പേരുടെ പ്രതീക്ഷകളെ കാറ്റിൽ പറത്തി. ഇന്നലെ ഒരു അത്രയും പ്രഷർ സിറ്റുവേഷനിൽ ഗംഭീര ഇന്നിങ്സ്, അത് അത്രയും ഫോമിൽ പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന പഞ്ചാബ് ബോളേഴ്സിനെയൊക്കെ കടന്നാക്രമിച്ച് അദ്ദേഹത്തിന്റെ ഒരു 20 ബോളിൽ നിന്ന് അദ്ദേഹത്തിന്റെ 50, അവസാനത്തെ 3 ബോളുകളിൽ നിന്ന് 3 6. അപ്പോൾ ആ ഒരു ഇന്നിങ്സ് ഇല്ലായിരുന്നെങ്കിൽ RCBയുടെ അവസ്ഥ എന്തായിരുന്നു? അതായത് അദ്ദേഹം 50 റൺ എടുക്കുന്നു, ബാക്കി എല്ലാ ബാറ്റ്സ്മാൻമാരും ചേർന്നെടുത്തത് 45 റണ്ണാണ്. അതിന്റെ പാതി എടുത്തു പുള്ളി. പക്ഷെ പുള്ളി കുഴപ്പമില്ലാന്ന് പറയാം. അവസാനത്തെ നിവർത്തിയില്ല, അപ്പോൾ തന്നെ അടിക്കാതെ പാകില്ല. പിന്നെ പുള്ളി 2 ക്യാച്ച് അങ്ങോട്ട് എടുത്തുകൊണ്ട് തോന്നുന്നു. പിന്നെ ഫീൽഡിംഗിൽ മികച്ച പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ ഇന്നലത്തെ മാൻ ഓഫ് ദ മാച്ച്, അതായത് പ്ലെയർ ഓഫ് ദ മാച്ച് അദ്ദേഹമാണ്. കളി തോറ്റിട്ടും അദ്ദേഹം തന്നെ പ്ലെയർ ഓഫ് ദ മാച്ച് ആവാനുണ്ടായത്. എനിവേ ഒരു 95 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്താനാണ് RCBക്ക് സാധിച്ചുള്ളത് സ്വന്തം ഗ്രൗണ്ടിൽ. അപ്പോൾ മഴയും ഒക്കെ വെയിറ്റ് ചെയ്തിരുന്ന ആരാധകർക്ക് മുന്നിൽ RCB നടത്തിയൊരു 95 റൺസിലോട്ട് എത്താൻ സാധിച്ചുള്ളൂ. അപ്പൊ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത ഒരു ഈസി വിൻ തന്നെയാണ് പഞ്ചാബിന്. അപ്പൊ എന്തായാലും RCBയുടെ ബോളിംഗ് ഈ സീസണിൽ നമ്മളെ എക്സ്പെക്ട് ചെയ്തതിന് മുകളിലാണ് നമ്മൾ ആദ്യം പറഞ്ഞു. പക്ഷെ RCB ഈ ഒരു 95 പോലും ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ല. കാരണം കിടിലൻ പെർഫോമൻസ് ആയിരുന്നു RCBയുടെ സ്റ്റാർട്ടിങ് തന്നെ. സിമ്രാന്റെയും പ്രിയാൻഷ് ആര്യയുടെയും വിക്കറ്റ്, ശ്രേയസിന്റെയും വിക്കറ്റ് പെട്ടെന്ന് തന്നെ പോകുന്നു. ഭുവനേശ്വർ കുമാർ, ഐസൽവുഡും വളരെ ഗംഭീരമായിട്ട് ഓപ്പണിംഗ് സ്പെല്ല് എറിഞ്ഞ് തീർക്കുകയാണ്. പിന്നീട് സുയാഷ് ശർമ്മ ആദ്യത്തെ ഓവർ കിടലിനായിട്ട് എറിയുന്നു. അപ്പൊ RCB മറ്റേ കൊൽക്കത്തക്കെതിരെ പഞ്ചാബ് നേടിയൊരു വിജയമുണ്ട്. അപ്പൊ അതിനോട് സമാനമായ ഒരു വിജയം RCBക്ക് നേടാൻ സാധിക്കും തന്നെയാണ് കുറെ പേര് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ നെഹൽ വധേര എന്ന് പറയുന്ന ബാറ്റ്സ്മാൻ, അദ്ദേഹത്തിന്റെ ആ ഒരു ആ ഒരു പ്രഷർ സിറ്റുവേഷൻ അതിജീവിച്ച് അദ്ദേഹം ഗംഭീരമായിട്ടുള്ള ഇന്നിങ്സ് സുയാഷ് ശർമ്മേനെ ഹിറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രഷർ കളയും. പിന്നീട് സുയാഷ് ശർമ്മയ്ക്കെതിരെ തന്നെ ആക്രമിച്ച് കളിച്ച ആ ഒരു കളി പഞ്ചാബിന്റെ പരിധിയിലോട്ട് ആക്കുകയാണ് ചെയ്തത്.
എന്തായാലും പഞ്ചാബ് ടോപ്പ് 2-ലേക്ക് എത്തിയിരിക്കുകയാണ്. RCBയുടെ സിറ്റുവേഷൻ കുറച്ച് ബാഡായി മാറിയേക്കാണ്. അപ്പൊ ഇന്നലെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു സ്കോർ ആണെങ്കിൽ ചിലപ്പോൾ RCBക്ക് ഡിഫെൻഡ് ചെയ്യാൻ സാധിച്ചാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ വധേര പോലത്തെ ഒരു മിഡിൽ കളിക്കുന്ന ആളില്ല RCB. ശരിക്കും മിഡ് ഓർഡർ ആണ് ഭയങ്കര മോശമായി പോകുന്നത്, ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ ഒക്കെ ഒരു ഫോമില്ലായ്മ. തീർച്ചയായിട്ടും നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ കാര്യമാണ്, ആ ഒരു ടോപ്പ് 3 പട്ടേദാർ, വിരാട് കോഹ്ലി അല്ലെങ്കിൽ സാൾട്ട്, ഈ 3 പേരും കഴിഞ്ഞു കഴിഞ്ഞാൽ ടീമിൽ ആരെയും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ ജിതേഷ് ശർമ്മ ആയിക്കോട്ടെ, ലിവിങ്സ്റ്റൺ ആയിക്കോട്ടെ, കൃണാൽ പാണ്ഡ്യ ആയിക്കോട്ടെ, ഒക്കെ മാച്ച് വിന്നേഴ്സ് ഒക്കെ തന്നെയാണ്. പക്ഷെ ഇവരൊക്കെ, പ്രത്യേകിച്ച് ലിവിങ്സ്റ്റൺ വളരെ മോശം ഫോമിലാണ് അദ്ദേഹം കളിക്കുന്നത്. ടിം ഡേവിഡ് അദ്ദേഹം ഈ സീസണിൽ ഫോമിലേക്ക് എത്തിയതാണ് RCBക്ക് ആശ്വാസം. അതായത് ദിനേശ് കാർത്തിക് കളിച്ച ഒരു പൊസിഷനാണ്. അപ്പൊ ആ ഒരു ഉത്തരവാദിത്തത്തോടു കൂടി കളിക്കുന്നത് അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ടിം ഡേവിഡ് കൂടിയും മുംബൈയിലൊക്കെ കളിച്ച ഒരു ഫോമിലാണ് കളിക്കുന്നതെങ്കിൽ RCBയുടെ അവസ്ഥ ഭയങ്കര മോശമായിരിക്കും ബാറ്റിങ്ങിൽ. എന്തായാലും ഫിൽസാൾട്ട് നമുക്കറിയാം സ്റ്റാർട്ടിങ് തന്നെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്ന ബാറ്റ്സ്മാനാണ്. മേ ബി വിക്കറ്റ് പോവാം. അപ്പോൾ കോഹ്ലിക്ക് അപ്പോൾ ആ സമയം അങ്ങനെ വിക്കറ്റ് പോവുകയാണെങ്കിൽ കോഹ്ലിക്കും വലിയൊരു സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ സാധിക്കില്ല. എന്തായാലും ഇപ്പൊ RCBയുടെ ബാറ്റിങ്ങിന്റെ കുറെ പ്രശ്നങ്ങൾ ഇന്നലെ പുറത്തു വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഇവിടുത്തെ പറയുന്നത് പഞ്ചാബിന്റെ ബോളിംഗ് ചകല് ഭയങ്കര ഫോമിലേക്ക് അത് കണ്ടിന്യൂ ചെയ്തു പുള്ളി. പിന്നെ യങ് മറ്റേ ഹൈറ്റ് കൂടിയ ആള് ഉണ്ടാകുന്നില്ലേ, ജാൻസൺ, പുള്ളിയുടെ ഇന്നലെ മികച്ച പഠനം തന്നെയായിരുന്നു. അതെ, പിന്നെ ഫീൽഡിങ്ങിൽ വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ. കുറെ ക്യാച്ചുകൾ, അത് ബാറ്റ്ലറ്റിന്റെ ഒരു ക്യാച്ച് ഉണ്ടായിരുന്നു, അതൊക്കെ ഗംഭീര ക്യാച്ചാണ്. അപ്പോൾ എല്ലാം കൊണ്ടും പഞ്ചാബ് ഇന്നലെ വളരെ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ ടോപ്പ് ഓർഡർ ഇപ്പൊ ശ്രേയസ് അയ്യർ കുറച്ചുകൂടി ഉത്തരവാദിത്തോട് കളിക്കേണ്ടതായിരുന്നു. അദ്ദേഹം വെറുതെ വിക്കറ്റ് അങ്ങനെ കളയുന്ന ഒരു പ്രഷർ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത്. അല്ല, ഗ്രൗണ്ടിന്റെ തോന്നുന്നു നമ്മൾ ടിം ഡേവിഡ് അടിച്ചപ്പോൾ വിചാരിച്ചു ഗ്രൗണ്ടിന്റെ പ്രശ്നം മാറിയിരുന്നു. പിന്നെ പഞ്ചാബ് ഇറങ്ങിയപ്പോൾ ഇത് തന്നെ മേലേക്ക് അടിക്കുക, ക്യാച്ച് അടിക്കുക. എന്തായാലും മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞാൽ പഞ്ചാബില് ഇതേ ടീം പഞ്ചാബിൽ ഏറ്റുമുട്ടും. അപ്പൊ റിവേഴ്സിംഗ് ആണ് ഷെഡ്യൂൾ. അപ്പോ 2 ദിവസം കഴിഞ്ഞാൽ പഞ്ചാബിന് മത്സരമുണ്ട്. അപ്പൊ എന്തായാലും അവിടെയും ഒരു അപ്പോ ഗ്രൗണ്ടിന്റെ പ്രശ്നമാണോ, ബാറ്റിംഗ് വെടിക്കെട്ട് തന്നെ ആയിരിക്കും നമുക്ക് വിചാരിക്കാം.